റഷ്യയുടെ ഏറ്റവും വലിയൊരു പരീക്ഷണമായിരുന്നു ഈ അടുത്തിടെ നടന്നത്. ആണവശേഷിയുള്ള ബ്യൂറോവെസ്റ്റനി ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണം. ഈ പരീക്ഷണം റഷ്യക്ക് ഏറ്റവും വലിയൊരു വിജയമാണ് നേടിക്കൊടുത്തത്. അതേപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു പരീക്ഷണവും നടത്തിയിരിക്കുകയാണ് റഷ്യ. ആണവവാഹ ശേഷിയുള്ളതും ആണവശക്തിയുള്ളതുമായ അണ്ടർ വാട്ടർ ഡ്രോൺ പോസിഡോൺ റഷ്യ ഇപ്പോൾ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നതായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുകയാണ്. ഇതൊരു റേഡിയോ ആക്റ്റീവ് സുനാമിയാണ്. ആണവ വൈദ്യുത യൂണിറ്റ് ഘടിപ്പിച്ച ആളില്ല അണ്ടർ വാട്ടർ ഉപകരണമാണ് പോസിഡോൺ. ഉക്രൈനിൽ പരിക്കേറ്റ റഷ്യൻ സൈനികരെ ചികിത്സിക്കുന്ന ഒരു സൈനിക ആശുപത്രി സന്ദർശിക്കുന്നതിനിടെയാണ് പുടിൻ ഇപ്പോൾ ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. പരമ്പരാഗത അന്തർവാഹിനികളെക്കാൾ ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കാനും ലോകത്തിലെ ഏത് ഭൂഖണ്ഡത്തിലും എത്താനും കഴിയുന്ന ഡ്രോൺ ടോർപിഡോയെ തടയാൻ ഒരു മാർഗവുമില്ല എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ റഷ്യ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്ന ഈ പോസിഡോണിന്റെ വേഗതയും ഡൈവിംഗ് ആഴവും ഒരു രാജ്യത്തിനും കടത്താൻ കഴിയില്ല എന്നും പറഞ്ഞു. സമീപ ഭാവിയിൽ സമാനമായ എന്തെങ്കിലും പ്രത്യക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല എന്നുമാണ് പുടിൻ കൂട്ടിച്ചേർത്തത്. 1 കിലോമീറ്ററിൽ കൂടുതൽ ആഴത്തിൽ പ്രവർത്തിക്കാനും 70 നോട്ട് വരെ വേഗതയിൽ സഞ്ചരിക്കാനും ഈ ഉപകരണത്തിന് കഴിയും. റഷ്യൻ സൈനിക വ്യാവസായിക സമുച്ചയത്തിലെ ഒരു സ്രോതസ്സാണെന്നാണ് സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ ടാസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. 2018 ആദ്യമായി പരീക്ഷിച്ച ഇതിനെ 2 മെഗാടൺ വരെ ഭാരമുള്ള ആണവ ഫോർമുല വഹിക്കാൻ കഴിയും എന്നുമാണ് ഈ ടാസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ പോസിഡോൺ ടോർപിഡോകൾ 1000 അടി വരെ ഉയരത്തിൽ റേഡിയോ ആക്റ്റീവ് സുനാമികൾ ഉണ്ടാക്കുമെന്നാണ് റഷ്യയിലെ നിരീക്ഷകർ ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത്. ഇതുപയോഗിച്ചാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ നിരന്തരം ഭീഷണികളും ഇവരിപ്പോൾ പുറപ്പെടുവിക്കുന്നുണ്ട്. സൈനിക വിദഗ്ധർ ഇവരുടെ ഈ അവകാശവാദങ്ങളെ തള്ളിക്കളയുന്നുണ്ട്. എന്നാൽ പോസിഡോൺ ടോർപിഡോകൾക്ക് ശത്രു രാജ്യങ്ങളുടെ തീരദേശ നഗരങ്ങളെ നശിപ്പിക്കാൻ കഴിയും എന്ന് ഇവർ സമ്മതിക്കുന്നുമുണ്ട്. അന്തർവാഹിനിയിൽ നിന്ന് വിട്ടതിന് ശേഷം പോസിഡോൺ ടോർപിഡോ ഒരു ഡ്രോൺ പോലെ പ്രവർത്തിക്കുന്നു. ഇത് ലക്ഷ്യങ്ങളിലേക്ക് വിദൂരമായി നയിക്കാൻ സാധിക്കുന്നു. ശത്രു രാജ്യത്തിന്റെ തീരദേശ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തുക, റേഡിയോ ആക്റ്റീവ് മലിനീകരണം മൂലം രാജ്യത്തിന്റെ ഗണ്യമായ ഭാഗങ്ങൾ വാസയോഗ്യമല്ലാതാക്കുക, സൈനിക സാമ്പത്തിക അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾ ഗണ്യമായ സമയത്തേക്ക് തടയുക എന്നിവയായിരുന്നു പോസിഡോൺ ടോർപിഡോ വികസിപ്പിച്ചതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുന്ന ആയുധങ്ങൾ വികസിപ്പിക്കാനുള്ള കഴിവ് പ്രദർശിപ്പിക്കാനുള്ള ആഗ്രഹമാണ് റഷ്യ പോസിഡോൺ ഡ്രോണിന്റെ വികസനത്തിന് കാരണം. റഷ്യ ആണവശേഷിയുള്ള ബ്യൂറോവെസ്റ്റനിക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണത്തിനെ പോലും ഇതൊരു ഉചിതമല്ല എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ട്രംപ് പുടിനോട് ആവശ്യപ്പെട്ടത്. യുദ്ധം അദ്ദേഹം അവസാനിപ്പിക്കണം. ഒരാഴ്ച എടുക്കേണ്ടിയിരുന്ന ഒരു യുദ്ധം ഇപ്പോൾ 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. മിസൈലുകൾ പരീക്ഷിക്കുന്നതിന് പകരം അദ്ദേഹം ചെയ്യേണ്ടത് അതാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. അതേപോലെ തന്നെ സർമാറ്റ് മിസൈലിനേക്കാൾ അതിശക്തമാണ് ഇതെന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. ബ്യൂറോവെസ്റ്റനിക് ക്രൂയിസ് മിസൈലിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ റഷ്യ നടത്തുന്ന 2ാമത്തെ ആണവായുധ പരീക്ഷണമായിരുന്നു ഇത്. മുമ്പ് സ്റ്റാറ്റസ് 6 എന്നറിയപ്പെട്ടിരുന്ന പോസിഡോൺ ഒരു ചെറിയ ന്യൂക്ലിയർ റിയാക്ടർ ഘടിപ്പിച്ച ഒരു സ്വയംഭരണ അണ്ടർ വാട്ടർ വാഹനമാണ്. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതിനിടെയാണ് ആദ്യമായി ഈ ആയുധം പരീക്ഷിച്ചത്. ഇതിനെ വലിയ വിജയം എന്നാണ് പുടിൻ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പരമ്പരാഗത അന്തർവാഹിനികളിൽ നിന്നോ മിസൈലുകളിൽ നിന്നോ വ്യത്യസ്തമായി പോസിഡോൺ ദീർഘദൂര ജലാന്തർഗ പ്രതിരോധ ശേഷിയും വമ്പിച്ച വിനാശകരമായ ശേഷിയുമാണ് നൽകുന്നത്. അതേപോലെ പരമ്പരാഗത അന്തർവാഹിനികളെക്കാൾ 100 മടങ്ങ് ചെറിയ ഒരു ആണവ റിയാക്ടറാണ് ഇതിന് ഊർജ്ജം നൽകുന്നത്. റഷ്യയുടെ സർമാറ്റ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിനേക്കാൾ ശക്തിയേറിയ ഒരു വാർഹെഡ് ഇത് വഹിക്കുന്നുണ്ട്. നിലവിലുള്ള അന്തർവാഹിനി വിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് അത്യധികം ആഴത്തിലും ഉയർന്ന വേഗതയിലും സഞ്ചരിക്കാൻ ഇതിന് കഴിയും. തീരപ്രദേശങ്ങൾക്ക് സമീപം പൊട്ടിത്തെറിക്കുന്നതിനായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് റേഡിയോ ആക്റ്റീവ് സുനാമിക്ക് കാരണമാകുന്നു. ഇത് വലിയ തീരദേശ നഗരങ്ങളെ വാസയോഗ്യമല്ലാതെയാക്കും. ഇത് നിലവിലുള്ള തന്ത്രപരമായ ആയുധങ്ങളിൽ നിന്ന് ഉദ്ദേശത്തിലും ഫലത്തിലും ഇതിനെ വ്യത്യസ്തമാക്കുന്നു. ഇത് പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് അത്യധികം ആഴത്തിലും വേഗതയിലും വെള്ളത്തിനടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശ പ്രദേശങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത് നഗര കേന്ദ്രങ്ങളെയും സാമ്പത്തിക കേന്ദ്രങ്ങളെയും തളർത്തുകയും പുതിയൊരു അപകട സാധ്യത സൃഷ്ടിക്കുകയും ചെയ്യും. മറ്റൊരു വാർത്തയാണ് നമ്മുടെ ഇന്ത്യയുമായുള്ള തന്ത്രപരമായ പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കാനുള്ള ഫ്രാൻസിന്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഫ്രഞ്ച് അംബാസഡർ ഡോക്ടർ തിയറി മാധോ ഇതിപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് രാജ്യത്തിനുള്ളിൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു താല്പര്യമാണ് ഇദ്ദേഹം ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യക്ക് വേണ്ടി ഫ്രാൻസ് ഇപ്പോൾ റാഫേൽ യുദ്ധവിമാനങ്ങൾ വിൽക്കാൻ മാത്രമല്ല ഇന്ത്യക്കകത്ത് റാഫേൽ നിർമ്മിക്കാനും ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ദസാൾട്ട് ഏവിയേഷന്റെ റാഫേൽ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള അസംബ്ലി, ഘടക നിർമ്മാണം, സാധ്യതയുള്ള സാങ്കേതിക കൈമാറ്റം എന്നിവയ്ക്ക് വഴിയൊരുക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിൽ തദ്ദേശീയ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രേരണയുമായി ഇത് യോജിക്കുകയും ചെയ്യുന്നു.
ഇന്ത്യൻ വ്യോമസേന മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോഗ്രാമിലൂടെ തങ്ങളുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം വികസിപ്പിക്കാൻ നോക്കുമ്പോഴാണ് ഫ്രാൻസ് ഇപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതിയുമായി എത്തിയിരിക്കുന്നത്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിനായി അടുത്ത തലമുറ യുദ്ധവിമാന എഞ്ചിൻ വികസിപ്പിക്കുന്നതിനായി സഫ്രാനും ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും സംയുക്ത സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ ഫ്രാൻസ് താല്പര്യപ്പെടുന്നു ഉണ്ട് എന്നും ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ വരാനിരിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനത്തിന് അനുയോജ്യമായ സ്റ്റെൽത്ത് ഓറിയന്റഡ് ഉയർന്ന ത്രസ്റ്റ് ടു വെയിറ്റ് സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന 110 KN ക്ലാസ് തദ്ദേശീയ ടർബോഫാൻ എഞ്ചിൻ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. എയ്റോസ്പേസ്, പ്രൊപ്പൽഷൻ, സ്പേസ്, സമുദ്ര സഹകരണം എന്നിവയിൽ ഇതിനകം വിജയകരമായ ഫലങ്ങൾ സൃഷ്ടിച്ച ശക്തമായ ഇൻഡോ ഫ്രഞ്ച് പ്രതിരോധ പങ്കാളിത്തത്തെ കെട്ടിപ്പടുക്കുന്നതിനായി വരാനിരിക്കുന്ന ഉന്നതതല ഉഭയകക്ഷി യോഗങ്ങളിൽ ഇരു മുന്നണികളിലെയും ചർച്ചകൾ കൂടുതൽ ശക്തമാകും എന്നും പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മുടെ ഇന്ത്യൻ അതിർത്തിക്കടുത്തുള്ള ലുൻസെ വ്യോമത്താവളം ചൈന ഇപ്പോൾ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. LACക്ക് ഏകദേശം 150 കിലോമീറ്റർ അകലെ ടിബറ്റിലെ ലുൻസെ വ്യോമത്താവളത്തിൽ ചൈന ഒരു പ്രധാന സൈനിക അടിസ്ഥാന സൗകര്യ നവീകരണം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 36 കരുത്തുറ്റ വിമാന ഷെൽട്ടറുകൾ, പുതിയ ഭരണ സമുച്ചയങ്ങൾ, വികസിപ്പിച്ച ടാർമാക് അപ്രോൺ എന്നിവയുടെ നിർമ്മാണ ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ദ്രുതഗതിയിലാണ് ചൈന ഇപ്പോൾ ഇതിന്റെ വികസനം പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രതിരോധ ശേഷിയുള്ള ഷെൽട്ടറുകൾ ചേർക്കുന്നത് യുദ്ധവിമാനങ്ങൾക്കും ആളില്ലാ സംവിധാനങ്ങൾക്കും മുൻകൂർ ആക്രമണങ്ങളിൽ നിന്ന് സ്ഥിരമായ സംരക്ഷണമാണ് നൽകുന്നത്. ഈ ശക്തിപ്പെടുത്തിയ ഹാങ്കറുകൾ വിമാനങ്ങളുടെ വേഗത്തിലുള്ള വിന്യാസവും അറ്റകുറ്റപ്പണികളും സാധ്യമാക്കുന്നു. വ്യോമ അല്ലെങ്കിൽ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് ആസ്തികളെ സുരക്ഷിതമാക്കുന്നു. അതേസമയം മത്സരാധിഷ്ഠിത സാഹചര്യങ്ങളിൽ സുസ്ഥിരമായ വ്യോമ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ പുതിയ ആപ്രോൺ ലുൻസയുടെ സോട്ടി ഹാൻഡ്ലിംഗ് ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. അതായത് ആധുനിക യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉൾപ്പെടെ ഒന്നിലധികം തരത്തിലുള്ള വിമാനങ്ങളുടെ ഒരേ സമയമുള്ള ചലനമാണ് ഇതുമൂലം സാധ്യമാകുന്നത്. നവീകരിച്ച ടാക്സി വേകളും ഇന്ധന സംഭരണ സൗകര്യങ്ങളും സംയോജിപ്പിച്ച് ഇന്ത്യൻ അതിർത്തിക്ക് എതിർവശത്തുള്ള ചൈനയുടെ പ്രധാന മുൻനിര താവളങ്ങളുടെ നിലവാരത്തെ ഇപ്പോൾ ഈ എയർബേസ് കാണിച്ചിരിക്കുകയാണ്. തന്ത്രപരമായി ലുൻസയുടെ മെച്ചപ്പെടുത്തൽ ചൈനയ്ക്ക് J-10C, J-11 സ്റ്റെൽത്ത് ഡ്രോണുകൾ തുടങ്ങിയ നൂതന യുദ്ധവിമാനങ്ങളെ ആഴമേറിയ ഉൾനാടൻ താവളങ്ങളിൽ നിന്ന് മാറ്റാതെ മുന്നോട്ട് വിന്യസിക്കാൻ സാധിക്കും. ഇത് പ്രതികരണ സമയം ഗണ്യമായി കുറയ്ക്കുകയും LACയുടെ കിഴക്കൻ മേഖലയിൽ PLA വ്യോമസേനയുടെ ദ്രുതഗതിയിലുള്ള ശക്തിപ്പെടുത്തൽ സാധ്യതയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വികസനം ശ്രദ്ധേയമായ സുരക്ഷാ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അരുണാചൽ പ്രദേശിലെയും ആസാമിലെയും ഇന്ത്യൻ വ്യോമസേന താവളങ്ങൾക്ക് മെച്ചപ്പെട്ട വ്യോമ പ്രതിരോധ സന്നദ്ധത, നിരന്തരമായ ISR നിരീക്ഷണം, ശക്തമായ പ്രവർത്തന സാഹചര്യങ്ങൾ എന്നിവ ഇതിന് ആവശ്യമാണ്. ഉയർന്ന ഉയരത്തിലുള്ള സംഘർഷ സാഹചര്യങ്ങളിൽ യുദ്ധവിമാനങ്ങൾക്കും UAV പ്രവർത്തനങ്ങൾക്കും ആതിഥേയത്വം വഹിക്കാൻ കഴിവുള്ള ഒരു റെഡി ഫ്രണ്ട് ലൈൻ എയർബേസായി ലുൻസയുടെ കോട്ട ഫലപ്രദമായി ഇപ്പോൾ ചൈന പരിവർത്തനം ചെയ്തു കഴിഞ്ഞു. ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്ത്രപരമായ ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ അരുണാചൽ പ്രദേശവുമായുള്ള തർക്ക അതിർത്തി അടയാളപ്പെടുത്തുന്ന മക്മഹോൺ രേഖയ്ക്ക് ഏകദേശം 40 മുതൽ 45 കിലോമീറ്റർ വരെ വടക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തവാങ്ങിൽ നിന്ന് ഏകദേശം 107 കിലോമീറ്റർ അകലെയുമാണിത്. ഹിമാലയൻ അതിർത്തിയിൽ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും ആധുനികവൽക്കരിക്കുന്നതിനുമുള്ള ചൈനയുടെ വലിയ ശ്രമത്തിന്റെ ഭാഗമാണിപ്പോൾ ഈ ലുൻസെ വ്യോമത്താവളത്തിന്റെ വിപുലീകരണം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തന്ത്രപരമായ മത്സരത്തിൽ ഈ നവീകരണങ്ങൾ ഒരു സുപ്രധാന നീക്കമായി കണക്കാക്കപ്പെടുന്നു. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റു വാർത്തയുമായി വീണ്ടും കാണാം.